എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഭിന്നശേഷിക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളുടെ പഞ്ചായത്തുകളിൽ വിവിധ തരം ഗ്രാമസഭകളുണ്ട്. അതായത് നമ്മളെല്ലാവരെയും വിളിച്ചു കൂട്ടുന്ന, എല്ലാ കുടുംബ അംഗങ്ങളെയും വിളിച്ചു കൂട്ടുന്ന ഒരു ഗ്രാമസഭ. പിന്നെ ഭിന്നശേഷി ഗ്രാമസഭ, വയോജന ഗ്രാമസഭ, അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള ഗ്രാമസഭ. അങ്ങനെ പല ഗ്രാമസഭകളുണ്ട്. അതിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്ന ഗ്രാമസഭ സാധാരണ എല്ലായിടത്തും നടത്താറുണ്ട്. പക്ഷേ ഭിന്നശേഷി ഗ്രാമസഭ പല സ്ഥലങ്ങളിലും നടത്തുന്നില്ല. പലരും നമ്മെ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങളുടെ പഞ്ചായത്തിലെ ഭിന്നശേഷി ഗ്രാമസഭ നടത്തുന്നില്ല എന്ന്. അത് നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. നമ്മളുടെ പഞ്ചായത്തിലെ അനുവദിക്കുന്ന ഫണ്ടിൻ്റെ 5% നമ്മളുടെ ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് ചെലവഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണോ ആവശ്യം അത് നമുക്ക് നിർബന്ധമായും പഞ്ചായത്തിനെ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭിന്നശേഷി ഗ്രാമസഭ എന്തായാലും അത്യാവശ്യമാണ്. അതില്ലാത്ത പഞ്ചായത്തുകളിലെ ആദ്യം വാർഡ് മെമ്പറോട് നമ്മൾ പരാതിപ്പെടണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡൻറ്റോ സെക്രട്ടറിയോടോ നമുക്ക് പരാതിപ്പെടാം. അത് കഴിഞ്ഞിട്ട് എന്നിട്ടും നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഭിന്നശേഷി ഗ്രാമസഭയിൽ കഴിഞ്ഞ വർഷം, ഇപ്പോൾ പുതിയതായിട്ടാണല്ലോ പഞ്ചായത്തിലെ അംഗങ്ങൾ കയറിയേക്കണത്. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് എന്തൊക്കെ ചെയ്തു തന്നു, പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് എന്തൊക്കെ ചെയ്തു തന്നു, ആർക്കാണ് ചെയ്തു തന്നത് എന്ന ഒരു റിപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കണം. കാരണം ഇവർ ഞങ്ങൾ 10 പേർക്ക് ചെയ്തു അല്ലെങ്കിൽ 5 പേർക്ക് ചെയ്തു എന്നൊക്കെ നമ്മളോട് പറയും. പക്ഷേ വ്യക്തമായിട്ട് ആർക്കാണ് ചെയ്തത് എന്ന് അറിഞ്ഞാൽ നമുക്ക് അത് അന്വേഷിച്ചറിയാൻ പറ്റും. ഇന്ന ആൾക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രാമസഭയിൽ നിർബന്ധമായിട്ട് വേണ്ട ഒരു ഒന്നാമത്തെ കാര്യം തന്നെയാണ് ഈ റിപ്പോർട്ട്. നമുക്ക് എന്താണ് കഴിഞ്ഞ വർഷം ചെയ്തതെന്നുള്ളതിൻ്റെ റിപ്പോർട്ട് നിർബന്ധമായിട്ടും വേണം. അതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ICDS ഓഫീസർ മുഖേന നമ്മളെ അറിയിക്കണം. അതിനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭിന്നശേഷിക്കാരുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഉള്ള ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കണം. ആ വാട്സപ്പ് കൂട്ടായ്മയിൽ പഞ്ചായത്തിലെ പ്രസിഡൻറ്റും എല്ലാ വാർഡിലെ മെമ്പർമാരും അതുപോലെ ആ വാർഡിലെ ഭിന്നശേഷിക്കാരായ അംഗങ്ങളും ചേർത്തിട്ട് നമ്മളൊരു ഭിന്നശേഷി കൂട്ടായ്മ ഉണ്ടാക്കണം. ആ ഭിന്നശേഷി കൂട്ടായ്മയിൽ ICDS ഓഫീസറെ ചേർത്ത് അവർ നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് അതാത് മാസങ്ങളിൽ അല്ലെങ്കിൽ ആ വർഷമുണ്ട് എന്ന് ആ വാട്സപ്പ് കൂട്ടായ്മയിൽ അറിയിക്കണം. അപ്പോൾ ചിലപ്പോൾ കിടപ്പ് രോഗികളുണ്ടാവാം, പോയി ചെയ്യാൻ പറ്റാത്ത രോഗികളുണ്ടാവാം. അങ്ങനെയുള്ളവരെ നമ്മുടെ വാർഡ് മെമ്പർ ഹെൽപ്പ് ചെയ്യണം. നമ്മളുടെ കാര്യങ്ങളും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വാർഡ് മെമ്പർമാരെ തിരഞ്ഞെടുത്തത്. മിക്ക വാർഡ് മെമ്പർമാരോടും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അവർക്കറിയില്ല, ഒന്നിനെക്കുറിച്ചും അവർക്കറിയില്ല. അങ്ങനെ പാടില്ല. ഇതുവരെയൊക്കെ അങ്ങനെ നടന്നു. പക്ഷെ ഇനിയുള്ള ആളുകൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതാണ്. ചിലർക്ക് ഒന്നും എല്ലാ വലിയ കാര്യങ്ങളൊന്നും അത്യാവശ്യം ഉണ്ടായെന്ന് വരില്ല. എങ്കിലും അത് നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് അവർക്ക് മേടിച്ച് കൊടുക്കാനായിട്ട് നമ്മളെ പോലുള്ളവർ, പറയാൻ സാധിക്കുന്നവർ അതിനായിട്ട് മുന്നോട്ട് വരണം. ഇനി നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് എല്ലായിടത്തും പരാതിപ്പെട്ടു. ഇപ്പോൾ ഈ പഞ്ചായത്തിൽ വാർഡ് മെമ്പറോടും പഞ്ചായത്ത് പ്രസിഡൻറ്റോടും സെക്രട്ടറിയോടൊക്കെ പരാതിപ്പെട്ടിട്ട് ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ തന്നെ ഒരു നമ്പർ ഉണ്ടായിരിക്കും, ഓംബുഡ്സ്മാൻ്റെ നമ്പർ. ആർക്കും അത്ര അങ്ങനെ അറിയില്ല, ആരോടും നമുക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവയിലെ പ്രതിനിധികളും ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ അതായത് നമുക്ക് ചെയ്തു കണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ പരാതിപ്പെടാനും അത് പരിഹരിക്കാനുമുള്ള നീതിന്യായ സ്ഥാപനമാണ് ഓംബുഡ്സ്മാൻ.
അപ്പോൾ ആരോപണങ്ങൾ പരിശോധിച്ചിട്ട് ഉത്തരവുകൾ കൃത്യമായി പാസ്സാക്കുക എന്നുള്ളത് ഓംബുഡ്സ്മാൻ്റെ അധികാരത്തിലുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് കൃത്യമായിട്ട് പരാതിപ്പെടാം. അപ്പോൾ അതിനൊരു നമ്മളുടെ പരാതി എന്താ പറയുക, നമുക്ക് സാധിച്ചു കിട്ടാൻ അർഹതയുണ്ട് എന്നിട്ടും സാധിച്ചു തരാത്തതാണെങ്കിൽ അതിന് നടപടിയെടുക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവരും എന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ പുതിയ അറിവുകളായിട്ട് ഞാൻ ഓരോ വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.